and the countdown begins. Hello, CM with me. എന്നോടൊപ്പം മുഖ്യമന്ത്രിയാണോ? Hello, CM with me. Hello, മുഖ്യമന്ത്രി എങ്ങോട്ട് പോകണം? ഹലോ, മുഖ്യമന്ത്രിയാണോ? Hello, yes, CM. ഹലോ, എന്നോടൊപ്പം CM ആണോ? Hello, CM with me. Hello, CM ആണോ? അതെ, ഞാൻ നിങ്ങളോടൊപ്പം. ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാദരം ക്ഷണിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, ജനാധിപത്യ വ്യവസ്ഥയിൽ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഭരണ സംവിധാനത്തിൻ്റെ പരമമായ ഉത്തരവാദിത്വം ജനങ്ങളോടാണ്. ഈ തത്വം അക്ഷരാർത്ഥത്തിൽ തന്നെ നടപ്പാവേണ്ടതുണ്ട് എന്ന ബോധ്യത്തോടെയാണ് LDF സർക്കാർ കഴിഞ്ഞ 10 വർഷത്തോളമായി പ്രവർത്തിച്ചത്. വാഗ്ദാനങ്ങളിൽ നടപ്പാക്കിയവ ഏത്, നടപ്പാക്കാൻ കഴിയാതെ പോയവ ഏത് എന്ന് ഓരോ വർഷത്തിൻ്റെയും അവസാനത്തിൽ തുറന്നു പറയുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രിസഭ അപ്പാടെ തന്നെ ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ നാട്ടിലേക്കിറങ്ങിയ നവകേരള സദസ്സ് ഇപ്പോൾ തദ്ദേശ സ്ഥാപന തലത്തിൽ സംഘടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വികസന സദസ്സുകൾ, ഇങ്ങനെ പുതുമയാർന്ന കാര്യങ്ങൾ ആവിഷ്കരിച്ചത് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വത്തെ കവിഞ്ഞു നിൽക്കുന്നതായി മറ്റൊന്നുമില്ല എന്ന ബോധ്യം കൊണ്ടാണ്. ഇതിനൊക്കെ അനുബന്ധമായി തന്നെ 3 ഘട്ടങ്ങളിലായി നടന്ന ഫയൽ അദാലത്തിൻ്റെ കാര്യം കുടിശ്ശികയായ ഫയലുകൾ തീർക്കാനുള്ള തീവ്രയജ്ഞ പരിപാടിയായി മാറിയത് നാടിന് അറിയാവുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സാധാരണ കലക്ടർമാരുടെ യോഗം ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർക്കാറുണ്ട്. എന്നാൽ കേരളത്തെ വ്യത്യസ്ത മേഖലകളായി തിരിച്ച് ഒന്നിലധികം ജില്ലകളിലായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കലക്ടേഴ്സ് കോൺഫറൻസ് കഴിഞ്ഞ തവണ നടത്തിയതും പുതുമയാർന്ന പരിപാടിയായിരുന്നു. ഇതിനൊക്കെ പുറമെയാണ് നൂതനമായ പുതിയൊരു പദ്ധതി സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അല്ലെങ്കിൽ പുതിയൊരു പരിപാടിയുമായി സർക്കാർ ജനങ്ങളിലേക്ക് എത്തുന്നത്. അതാണ് CM with me, അഥവാ മുഖ്യമന്ത്രി എന്നോടൊപ്പം. മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്നതിൽ സർക്കാർ അപ്പാടെ പൗരനോടൊപ്പം എന്ന് തന്നെയാണ് അർത്ഥം. ഈ പുതിയ ജനകീയ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് നാം എല്ലാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഇതൊരു സിറ്റിസൺ കണക്ട് സെന്ററാണ്.
പൊതുജനങ്ങളും സർക്കാരും തമ്മിൽ ആശയവിനിമയ രംഗത്ത് വിടവുണ്ടാകാൻ പാടില്ല. ആ വിടവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർക്കാനുള്ള ഒരു സംവിധാനമാണിത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കുമേൽ സമയബന്ധിതമായി നടപടിയെടുക്കുന്ന ഒരു സംവിധാനമായിട്ടാണിത് മാറുക. എടുത്ത നടപടി നിശ്ചിത സമയത്തിനുള്ളിൽ ജനങ്ങളെ അറിയിക്കുന്നൊരു സംവിധാനമായിട്ടും ഇത് തീരും. ഇങ്ങനെയൊന്ന് മുൻപില്ലാത്തതാണ്. കൂടുതൽ സമഗ്രമാവാൻ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. സർക്കാർ പരിഹാരം കാണേണ്ട പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇതൊരവസരമാകും. അതുപോലെ തന്നെ തങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്ന പരാതി ശ്രദ്ധയിൽപ്പെടുത്താനും ഇത് അവസരമൊരുക്കും. നിലവിലുള്ള സംവിധാനത്തിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം CM വിത്ത് മീയിലേക്ക് ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ, പരാതി അറിയിച്ചാൽ അത് റെക്കോർഡ് ചെയ്യപ്പെടുക മാത്രമല്ല, അടുത്ത 48 മണിക്കൂറിനകം ആ വിളിച്ചു പറഞ്ഞയാളെ തിരിച്ചു വിളിച്ചിരിക്കും. അപ്പോഴേക്കും സ്വീകരിക്കാൻ കഴിഞ്ഞ നടപടികൾ എത്രത്തോളമാണ് എന്നത് അദ്ദേഹത്തോട് വിശദീകരിക്കും. അതോടൊപ്പം സാധ്യമാവാത്ത കാര്യമാണെങ്കിൽ ആ കാര്യം അറിയിക്കുകയും ചെയ്യും. തുടർ നടപടി സ്വീകരിക്കപ്പെടേണ്ടതാണെങ്കിൽ കാണാവുന്നതിനൊക്കെ പരിഹാരം കാണുകയും ചെയ്യും. സദാ ഉണർന്നിരിക്കുന്ന ഒരു ടീമിനെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥലത്തിൽ പരിഹരിക്കാനുള്ളവ അങ്ങനെയും, മന്ത്രിമാർ ഉൾപ്പെട്ട് പരിഹരിക്കാനുള്ളവ ആ വിധത്തിലും കൈകാര്യം ചെയ്യും. ജനങ്ങളെ ഭരണനിർവഹണത്തിൽ പങ്കാളികളാക്കുന്ന പദ്ധതിയാണ്. സുതാര്യവും നൂതനവുമായ ഈ സംവിധാനത്തിലൂടെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിച്ചേരാനും എല്ലാവരുടെയും അഭിപ്രായം ഉൾക്കൊള്ളാനും സർക്കാരിന് കഴിയും. അതിലൂടെ ജനങ്ങൾ വികസനത്തിൻ്റെ ഗുണഭോക്താക്കൾ മാത്രമല്ല, കേരളത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തുന്നതിലെ സജീവ പങ്കാളികളാണെന്നും കൂടി ഉറപ്പാകും.
പ്രധാന സർക്കാർ പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ, മേഖലാധിഷ്ഠിത സംരംഭങ്ങൾ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, ഇവയുമായെല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിലൂടെ ജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനാകും. പദ്ധതിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കാലതാമസം കുറക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അടിയന്തര ഘട്ടങ്ങളിൽ കൃത്യമായ വിവരങ്ങളും സേവനങ്ങളും ഉറപ്പാക്കുന്നതിലൂടെയും ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട ആശയവിനിമയം ഏകോപിപ്പിക്കുന്നതിലൂടെയും സർക്കാർ സഹായങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിലൂടെയും വിശ്വസനീയമായ ഒരു ജനസേവന സംവിധാനമായി ഇത് മാറും. CM വിത്ത് മീ പരിപാടിയുടെ കാര്യക്ഷമതയ്ക്കായി വിവിധ ഉദ്യോഗസ്ഥരുടെ പിന്തുണയും പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടവും ഉണ്ടാകും. പോലീസ് മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ പോലീസിലെ തന്നെ 10 പേരടങ്ങുന്ന ടീം ഇതിലുണ്ടാകും. എല്ലാ വകുപ്പുകളിൽ നിന്നും ഉള്ളവരും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും. ചീഫ് സെക്രട്ടറി ഏകോപന ചുമതലയും മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി പരിപാലന ചുമതലയും വഹിക്കും. എല്ലാ ജില്ലകളിലും നോഡൽ ഓഫീസുകളുണ്ടാവും. എവിടെ നിന്നും ഏത് വിവരവും ശേഖരിക്കാൻ വേണ്ട നെറ്റ്വർക്ക് ഉണ്ടാകുമെന്ന് ചുരുക്കം. കോൾ സെൻറ്ററിന് 2 ലെയറാണ് ഉണ്ടാവുക. ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുന്ന റിസീവിംഗ് ലെയർ 24 മണിക്കൂറും പ്രവർത്തിക്കും. ഒരേ സമയം 10 കോളുകൾ കൈകാര്യം ചെയ്യാൻ സൗകര്യമുണ്ടാകും. പരാതികൾ ക്ഷമയോടെ കേട്ട് രേഖപ്പെടുത്തുന്നവരുണ്ടാകും. രണ്ടാം ലെയർ വകുപ്പ് തല പരിഹാരത്തിൻ്റെതാണ്. കൂടുതൽ പരാതികൾ ഉണ്ടാവാറുള്ളത് തദ്ദേശ സ്വയംഭരണം, റവന്യൂ, ഹോം, സഹകരണ വകുപ്പ് എന്നിവയിൽ നിന്നുള്ളവയായതുകൊണ്ട് ഇവയിൽ നിന്ന് 2 വീതവും മറ്റ് 22 പ്രധാന വകുപ്പുകളിൽ നിന്ന് ഓരോരുത്തർ വീതവും ഈ ലെയറിലുണ്ടാകും. ആദ്യ ലെയറിൽ നിന്ന് പരാതി 2ാം ലെയറിലെത്തും. അവിടെ നിന്ന് നേരത്തെ പറഞ്ഞ രീതിയിൽ നിശ്ചിത സമയത്തിനുള്ളിൽ മറുപടി ലഭിക്കും. സംസ്ഥാനത്തിൻ്റെ പുരോഗതി സാമ്പത്തിക വളർച്ചയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് മാത്രമല്ല, ജനജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം കൊണ്ടുകൂടിയാണ് അളക്കേണ്ടത്. പലപ്പോഴും അളക്കപ്പെടാതെ പോകുന്നത് ഈ 2ാമത്തെ കാര്യമാണ്. ജനജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന 2ാമത്തെ ഭാഗം. നവകേരള സദസ്സുമായി കേരളത്തിലാകെ സഞ്ചരിച്ചപ്പോൾ തന്നെ ഇതേക്കുറിച്ച് മന്ത്രിസഭയ്ക്ക് തോന്നലുണ്ടായതാണ്. ആ തോന്നലുകളെ ശക്തിപ്പെടുത്തുന്ന പല കാര്യങ്ങളും പിന്നീടുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയോട് നേരിട്ട് പറയാം എന്ന നിലക്കുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്താമെന്ന് നിശ്ചയിച്ചു. ഇതിനൊപ്പമോ ഇതിലേറെയോ പ്രാധാന്യമുള്ളതാണ്
നവകേരള നിർമ്മാണത്തിൻ്റെ പശ്ചാത്തലം. കേരളം വളർച്ചയിലേക്ക് കുതിക്കുകയാണ്. സംസ്ഥാനത്തുണ്ടായ വികസനത്തിന് പുതിയ ദിശാബോധം നൽകിക്കൊണ്ട് കഴിഞ്ഞ 9 വർഷങ്ങളായി നവകേരള നിർമ്മാണ പദ്ധതികൾ മുൻപോട്ട് പോവുകയാണ്. വിജ്ഞാന സമ്പദ്ഘടനയുടെ ജീവിത സൗകര്യം ഇവയെല്ലാം ഉറപ്പാക്കുന്ന ഒരു പുതു കേരളം, അതാണ് നാം ലക്ഷ്യമിടുന്നത്. മതനിരപേക്ഷതയുടെ തെളിഞ്ഞ അന്തരീക്ഷത്തിൽ രൂപപ്പെട്ടു വരുന്ന പുതു കേരളം. അടിസ്ഥാന ജീവിത സൗകര്യങ്ങളും സുസ്ഥിര വികസനവും ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസ വ്യവസ്ഥയും ഉറപ്പാക്കിയതിൻ്റെ അടിത്തറയിൽ നിന്ന് നാം പുതിയ കാലത്തിലേക്ക് ഉയർന്നെത്തുകയാണ്. സംസ്ഥാനത്തിൻ്റെ സമസ്ത പുരോഗതിയിലേക്ക് നാം നീങ്ങുകയാണ്. അടിസ്ഥാന സൗകര്യ വികസനം സുസ്ഥിര വികസനത്തിൻ്റെ നട്ടെല്ലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കിഫ്ബി വഴി നടപ്പാക്കിയ കാര്യങ്ങൾ ആർക്കും നേരിൽ കാണാവുന്നതാണ്. ഹരിത കേരള മിഷൻ, ആർദ്രം മിഷൻ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ലൈഫ് ഇവയെല്ലാം ഉണ്ടാക്കിയ മാറ്റം കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റി. വീടില്ലാത്ത കുടുംബങ്ങൾക്കെല്ലാം വീട് ലഭിക്കുന്ന നിലയുണ്ടാകുന്നു. ഭൂരഹിതർക്ക് ഭൂമി ലഭിക്കും. പട്ടയ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു. രാജ്യത്തെ ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുന്നു. വ്യാപകമായി പുത്തൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. രാജ്യത്തെ മികച്ച സാമുദായിക സൗഹാർദ്ദവും സമാധാനവുമുള്ള നാടായി കേരളം മാറിയിരിക്കുന്നു. ഇനി വേണ്ടത് നവകേരള നിർമ്മിതിയാണ്. നവകേരള നിർമ്മിതി എന്നാൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ജീവിത നിലവാരമുള്ള ജനത, ലോകത്തിലെ തന്നെ വികസിത രാഷ്ട്രങ്ങളിലെ, മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിന് തുല്യമായ ജീവിത നിലവാരം നേടാൻ കഴിഞ്ഞ ഒരു ജനത എന്ന രീതിയിൽ കേരള ജനതയെ ഉയർത്തുക, ഇതാണ് നാം ലക്ഷ്യം വെക്കുന്നത്. ആ നവകേരള നിർമ്മിതി പൂർണ്ണമാവുക ജനങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. മുന്നേറ്റങ്ങളുടെ ഗുണഫലങ്ങൾ എല്ലാവരിലും എല്ലാ പ്രദേശങ്ങളിലും എത്തേണ്ടതുണ്ട്. ജീവിത വ്യവസ്ഥയിൽ പ്രതിഫലിക്കേണ്ടതുണ്ട്. അതിന് എന്തൊക്കെ ചെയ്യണം എന്നത് സംബന്ധിച്ച് ജനങ്ങൾക്ക് അഭിപ്രായമുണ്ടാകും. പോരായ്മകൾ അവരുടെ കണ്ണിൽ കാണുന്നവ അത് ചൂണ്ടിക്കാട്ടാനുണ്ടാവും. അതൊക്കെ വിലപ്പെട്ടതായാണ് സർക്കാർ കരുതുന്നത്. ജനാഭിപ്രായം അറിഞ്ഞും പോരായ്മകൾ പരിഹരിച്ചും മാത്രമേ വികസനത്തിലേക്ക് എത്താൻ കഴിയൂ. ഭരണകർത്താക്കൾക്കും ജനങ്ങൾക്കും തമ്മിൽ അകലമില്ലാത്ത ഒരു ആശയവിനിമയ സംവിധാനം ഉണ്ടാക്കണം. ആ ഒരു കാഴ്ചപ്പാടാണ് CM with me എന്ന പരിപാടിയുടെ പിന്നിലുള്ളത്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ തുടർച്ചയായി ഈ LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എടുത്ത ആദ്യ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു വാതിൽപ്പടി സേവനങ്ങൾ ലഭ്യമാക്കുക എന്നത്. അശരണർക്കും ആലംബഹീനർക്കും മറ്റു ദുർബല വിഭാഗങ്ങൾക്കും സേവനങ്ങൾ വീടുകളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം.
സർക്കാരിൻ്റെ ആ തീരുമാനത്തിൽ വരുന്ന 5 കൊല്ലങ്ങളിൽ സർക്കാരിൻ്റെ പ്രവർത്തന ദിശ എങ്ങോട്ടായിരിക്കും എന്ന് വ്യക്തതയുണ്ടായി കഴിഞ്ഞിരുന്നു. കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ അന്തസ്സത്ത ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന സർക്കാരായിരിക്കും ഇതെന്ന് അന്നേ വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെയെല്ലാം തുടർച്ചയാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്ന CM വിത്ത് മീ കോൾ സെൻ്ററും. ഇത് നമ്മുടെ നാടും പൊതുസമൂഹവും നല്ല മനസ്സോടെ സ്വീകരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. ബഹുമാനപ്പെട്ട മന്ത്രിമാരും MLAയും മേയറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അടക്കമുള്ളവർ ഈ ജനകീയ വിനിമയ സംരംഭത്തിന് തങ്ങളുടെ സർവ്വ ആശംസകളും നേർന്നതായി അറിയിച്ചിട്ടുണ്ട്. ഔപചാരികമായ നന്ദി പ്രകടനത്തിന് മുൻപായി മാധ്യമ സുഹൃത്തുക്കളോട് ഒരു അപേക്ഷ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചില ടെലിഫോൺ കോളുകൾ നേരിട്ടിപ്പോൾ അറ്റൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യം നിങ്ങൾ അവിടെ പോയി അത് സജ്ജീകരണങ്ങൾ തയ്യാറാക്കി വളരെ ചുരുക്ക നേരം കൊണ്ട് തയ്യാറാക്കുന്നതായിരിക്കും ഉചിതം. അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങോട്ട് വരുന്നു. ഔപചാരികമായ നന്ദി പ്രകടനത്തിനായി PRD ഡയറക്ടർ ശ്രീ സുഭാഷിനെ ക്ഷണിക്കുന്നു. കോൾ സെൻ്ററിൻ്റെ സിറ്റിസൺ കണക്ട് സെൻ്ററിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ആരാധനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്കുള്ള നന്ദി സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഇന്ന് ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ K രാജൻ അവർക്കുള്ള നന്ദി സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട മന്ത്രിമാരായ ശ്രീ റോഷി അഗസ്റ്റിൻ, ശ്രീ K കൃഷ്ണൻകുട്ടി, ശ്രീ AK ശശീന്ദ്രൻ, ശ്രീ V ശിവൻകുട്ടി, ശ്രീ ബാലഗോപാൽ തുടങ്ങിയവർക്ക്, ശ്രീമതി ബിന്ദു മേഡം, ശ്രീ വീണ ജോർജ് അവർകൾ തുടങ്ങിയവർക്കുള്ള നന്ദി സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി, ആരാധ്യായ മേയർ എന്നിവർക്കുള്ള നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട PRD സെക്രട്ടറി അവർക്കുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഔപചാരികമായ ചടങ്ങ് ഇവിടെ അവസാനിക്കുന്നു. തുടർന്നുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കോൾ അറ്റൻഡ് ചെയ്യുന്ന ഈ ദിവസം കോൾ അറ്റൻഡ് ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലൈവായും കാണാവുന്നതാണ്.
നമസ്കാരം. നമസ്കാരം. നിങ്ങൾ എവിടെയാ ഇപ്പൊ ഉള്ളത്? ശരി ശരി. നന്ദി ടോവിനോ. നിങ്ങളെ സഹകരണം വളരെ വിലമതിക്കുന്നതാണ്. നിങ്ങളെ പോലുള്ളവരെല്ലാം ഈ കാര്യത്തിൽ നല്ല മനസ്സോടെ പിന്തുണ തുറന്നും നൽകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഹലോ, സംസാരിച്ചോളൂ. അതെ അതെ. നിങ്ങൾ സംസാരിച്ചോളൂ. ഇവിടെ കേൾക്കുന്നുണ്ട്. ഇവിടെ കേൾക്കുന്നുണ്ട്. ഇവിടെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കുന്നില്ലേ? ഓ, ആൾക്കാരാണ്, പാവപ്പെട്ട ആൾക്കാരാണ്. അവർക്ക് സന്തോഷം ഇങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ അതേമാതിരി തന്നെ ഈ ഒരുപാട് വികസനം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഫോർട്ട് കൊച്ചി മറ്റേ ഒരുപാട് പിന്നെ ഓരോ ദേശീയ കൂടി നമുക്കുണ്ട്. കേൾപ്പോൾ അത് വന്നാൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്, ഒന്നുവരെ പഠിച്ചിട്ടുണ്ട്. മക്കളെല്ലാം നല്ലോണം പഠിക്കുന്നില്ലേ? ആ മക്കളൊക്കെ പഠിക്കണം. ഒരു മോള് 6 മക്കളാണ്. പേരക്കുട്ടികൾ 3 കാണുന്നു. പേരക്കുട്ടികൾ അതിന്റെ പേര 3. എനിക്ക് 74 വയസ്സ്. 74 വയസ്സായി. ആ വീട് കിട്ടിയ PM മുഹമ്മദ് പുറമ്പോക്കിൽ വെക്കാനുള്ള പരിപാടി ഞാൻ ചെയ്തു. PM പറഞ്ഞത് ഞാനവിടെ പുറമ്പോക്കിൽ വെച്ച് അങ്ങനെ 24 കുടുംബങ്ങൾ ഫസ്റ്റിലെ വന്നു. അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ അവരെല്ലാം കൂടി പിന്നെ പല സ്ഥലത്തൊന്നും പറഞ്ഞ് ഇത്ര ആൾക്കാരായി 68 കുടുംബങ്ങൾ അവിടുത്തെ. അതൊക്കെ വളരെ സന്തോഷമുണ്ട്. നമ്മളാ പാർട്ടി ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും മറക്കാനാവില്ല. അത്ര പേരത്തേക്ക് എനിക്ക് 46 കൊല്ലം പണി തന്നു പാർട്ടി. പിന്നെ കൺസെഷൻ. നിങ്ങളെ പേരെന്താ? നിങ്ങളെ? എന്റെ പേര് അബൂന്ന്. അപ്പൊ അബൂ, വിളിച്ചതിന് നന്ദി. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ കേട്ടു. ഇതില് വീട്
എന്നത് നിങ്ങളുടെ ഒരു അവകാശത്തിൽപ്പെട്ടതാണ്. അതിന് സർക്കാർ ചില സഹായങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ആ കാര്യത്തിൽ നിങ്ങൾ സന്തുഷ്ടരാണ്, നിങ്ങൾ എല്ലാവരും സന്തുഷ്ടരാണ് എന്നറിഞ്ഞതിൽ അതീവ സന്തോഷം. നമുക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം. കെ ഫോണിൻ്റെ കാര്യം എങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നുള്ളതും നമുക്ക് പരിശോധിക്കാം. എല്ലാവർക്കും സന്തോഷം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ടവരുടെ സന്തോഷമാണ് ഏറ്റവും അധികം ഈ സർക്കാർ വിലമതിക്കുന്നത്. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. ഓക്കെ. ഹലോ, 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 സംസാരിച്ചോളൂ. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ഇതിനെ സംബന്ധമായിട്ട് ചികിത്സയിലായിരുന്നു. കുറേ ചികിത്സയിലായിരുന്നു. പിന്നെ ഫുള്ള് ഫെയിലിയറായത് 2.5 വർഷത്തോളം ഡയാലിസിസ് ചെയ്ത് ആ സമയത്തൊക്കെ എനിക്ക് ദുരിതാശ്വാസത്തിൽ നിന്ന് സഹായമൊക്കെ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് വേറെ ഒരു വഴി ഉണ്ടായിരുന്നു. അപ്പോഴാണ് സ്പർശത്തിൻ്റെ ഇത് ഞാനിങ്ങനെ അത് എഴുതി കൊടുത്താൽ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ പൈസ കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ എഴുതി കൊടുത്തപ്പോൾ അതിനകത്ത് നിന്ന് 3 ലക്ഷം പാസ്സായപ്പോഴാണ് ഈ ഓപ്പറേഷൻ ചെയ്യാൻ മുന്നോട്ട് വന്നത്. അങ്ങനെ ജസ്ബലിലാണ് കിട്ടി തന്നത്. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ പോണത് ആ ദിവസം അതിനടുത്ത ദിവസമാണ് ഇങ്ങനെ ദുരിതാശ്വാസത്തിൽ നിന്ന് സാധാരണ അപേക്ഷിച്ചത്. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ അവസാനത്തിന് വേഗം തന്നെ എത്രയും പെട്ടെന്ന് എനിക്ക് അതിലേക്ക് അക്കൗണ്ടിലേക്ക് പൈസ തുക കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 ലക്ഷത്തോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് പിന്നെയുള്ള ചികിത്സക്കൊക്കെ ഉണ്ടായത്. ആ സമയത്തൊക്കെ എനിക്ക് ആ പൈസ കിട്ടിയൊക്കെ നല്ല ഉപകാരമായിരുന്നു. വലിയ നന്ദിയുണ്ട്. ഇനി എനിക്ക് തുടർ ചികിത്സയ്ക്കായിട്ട് പൈസയുടെ ആവശ്യമുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആകെ കൈക്ക് ഇങ്ങനെ അതിന് തൊട്ടടുത്തായിട്ട് ഇങ്ങനെ നിരമ്പ് ഇങ്ങനെ തടിച്ച് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒരു ഇങ്ങനെ പൊന്തി ഭയങ്കരമായിട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് പൊട്ടാൻ സാധ്യത പൊന്തി വന്നാൽ അപ്പോൾ അത് ചെറിയ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടേക്ക്. അപ്പോൾ അതിനൊക്കെ ചികിത്സയ്ക്ക് സഹായം ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സ്വന്തമായിട്ട് വീടില്ല, 2 ലക്ഷമില്ല. പിന്നെ ഇപ്പോൾ ഭർത്താവിന് വെച്ചാൽ പണിക്ക് കൂലിപ്പണിക്ക് പോവല് അങ്ങനത്തെ ഒരു ഭാരിച്ച പണിയൊന്നും മുമ്പിൽ എടുക്കാൻ പറ്റില്ല. അനിത, വിളിച്ചതിന് നന്ദി. നിങ്ങള് നല്ല രീതിയിൽ നിങ്ങളുടെ ചികിത്സ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ സന്തോഷം. ആ കാര്യത്തില് സാധാരണ നിലക്ക് വൃക്ക മാറ്റിവെക്കലിന് 3 ലക്ഷം രൂപ വരെ സർക്കാർ നൽകാറുണ്ട്. അതാണ് നിങ്ങൾക്ക് നൽകിയത്. അത് വേഗം തന്നെ കിട്ടിയെന്നറിഞ്ഞതിന് സന്തോഷം. ബാക്കി തുടർ കാര്യങ്ങള് അതുമായി ബന്ധപ്പെട്ട മരുന്ന് കഴിക്കലാണ്. അതിന് സാധാരണഗതിയിൽ കുറഞ്ഞ ചെലവിൽ മരുന്ന് ലഭ്യമാക്കാനുള്ള നടപടികളെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം. മറ്റു കാര്യങ്ങൾ നമുക്ക് ഭാവിയിലും ചർച്ച ചെയ്യാം. അതായിരിക്കും നല്ലത്. നന്ദി. ഹലോ, സംസാരിച്ചോളൂ. ഓ, ചെറുതാണെന്ന് പറഞ്ഞാൽ കണ്ണൂരാന്നറിയാം. പറയൂ. അപ്പോ ലൈഫിന്റെ ഒരു ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സൽമാനിന് ഇപ്പൊ കിട്ടിയതേലും അപ്പൊ നമുക്ക് പുതിയ വീടിന്റെ ഇത് എത്രയും പെട്ടെന്ന് സുഖ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി. ഓ, ലൈഫിന്റെ ഡെയ്സി എന്നല്ലേ പേര് അല്ലേ? അപ്പൊ ഡെയ്സി വിളിച്ചതിന് നന്ദി. ഈ ലൈഫ് മിഷന്റെ ഭാഗമായി
ഇപ്പം 4 ലക്ഷത്തിലധികം വീടുകൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ആ ലിസ്റ്റിലുള്ള വീടുകൾ പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ ത്വരിതഗതിയിൽ നടത്തുകയാണ്. ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ ആ വീടുകൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് സർക്കാർ കരുതുന്നത്. നല്ല വേഗതയിൽ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. നിങ്ങൾക്കും അതിൻ്റെ ഭാഗമായി പൂർത്തീകരിച്ച വീട് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആയിക്കോട്ടെ, വീടെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. പിന്നെ ഭൂമി തരം മാറ്റി കിട്ടിയെന്ന് പറഞ്ഞല്ലോ. ഭൂമി തരം മാറ്റി കിട്ടിയത് അതെ, അത് നല്ല കാര്യമാണല്ലോ. അപ്പോൾ അതിന് പിന്നെ വീട് നിർമ്മാണത്തിന് മറ്റു തടസ്സങ്ങളില്ല. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് തുറന്ന് നടത്താവുന്നതാണ്. 4 ലക്ഷത്തിലധികം വീടുകൾ ഇപ്പം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. ബാക്കിയുള്ളത് പൂർത്തിയാക്കാൻ കഴിയും. അങ്ങനെ 5 ലക്ഷത്തിലധികം വീട് പൂർത്തിയാക്കുന്ന നിലയാണ് വരാൻ പോകുന്നത്. ഏതായാലും വിളിച്ചതിൽ സന്തോഷം, നന്ദി. ഓക്കെ ഓക്കെ. പോരെ, ശരി.